മുനീർ അങ്ങയുടെ സുഹൃത്താണ് അർജുൻ. നമുക്കറിയാം, ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരാളെ കുറിച്ച് ഇത്രയും ദിവസങ്ങളായി ഒരു അറിവും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ആരുമായിരുന്നില്ല. പക്ഷേ ഇത്രയും കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി കേരളം ഒന്നാകെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയുമാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്? അവർക്ക് ഈ ഫോൺ വീണ്ടും റിങ് ചെയ്തൊക്കെ വലിയ പ്രതീക്ഷയാകുന്നുണ്ട് അല്ലേ? തീർച്ചയായും അത് ഫോൺ റിങ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവർ. അത് എന്താണെന്നുള്ള ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് കുടുങ്ങി കിടന്നിട്ട് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഈ ലോറി ഫീൽഡിലോട്ട് ഇറക്കിയത് ഞാനാണ്. അന്നപ്പോൾ അതിൽ അവിടെ ആ ഏരിയ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാ വണ്ടിക്കാരും വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അത്. അവിടെ റെസ്റ്റ് ചെയ്യുന്ന, അവിടെ പിന്നെ കുടിവെള്ളം എടുക്കുന്ന, ഈ റഹ്മാൻ പറഞ്ഞ അരി കുടിവെള്ളം എടുക്കലും കുളിക്കലും നനയ്ക്കലും പിന്നെ ഭക്ഷണം കഴിക്കലും ഒക്കെ ആ ഇതിലാണ്. അപ്പോൾ ഈ ആള് പിന്നെ ആദ്യം പിന്നെ ഒരു 8 വർഷമായി ഈ ലോറി ഫീൽഡിലോട്ട് വന്നിട്ട്. ഇപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അത് പോയത്. ആള് പോയി ഈ ഇത്രയും ദിവസമായിട്ടും യാതൊരു, അവിടെ ആകെ 3 JCB വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്, മണ്ണെടുക്കുന്നത്. അതിൽ 2 വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവർ നാഷണൽ ഹൈവേ ആണ് അത് ക്ലിയർ ചെയ്യുന്നത്. ഈ ഇതിനകത്തുള്ള ജീവന് വേണ്ടിയിട്ട് അവർ ഇതുവരെ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നാണ് ആ കേന്ദ്ര ഇതിലൊക്കെ വന്ന ആൾക്കാരൊക്കെ വന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ അർജുന്റെ കുടുംബം വലിയ തോതിൽ ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സർക്കാർ നേരിട്ട് മുഖ്യമന്ത്രി അടക്കം ഗതാഗത മന്ത്രി അടക്കം കർണാടകയുമായി ബന്ധപ്പെടുകയും വളരെ സജീവമായി ഇടപെടുകയും രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുകയും ഒക്കെ ചെയ്തു. ഈ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഓഫ് ചെയ്തു പോയ ഫോൺ പിന്നീട് റിങ് ചെയ്യുകയാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നത്. ഈ അങ്ങനെയാണെങ്കിൽ അർജുൻ വിളിച്ചേനെ എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഈ ലോറിൻ്റെ മുകളിലോട്ട് മണ്ണ് വീണിട്ട് എന്താണ് സ്ഥിതി എന്ന് അറിഞ്ഞുകൂടാ. GPS കാണിക്കുന്നത് ആ ഭാഗത്ത് മണ്ണ് ഇതുവരെ തൊട്ടിട്ടില്ല അവർ. അന്നപ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ആരെയും നമ്മളെ ഇവിടുന്ന് പോയ ആൾക്കാർ ആരെയും അങ്ങോട്ട് അടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഇന്ന് രാവിലെ വരെ. ഈ രാവിലെയാണ് അവർ അങ്ങോട്ട് അടുപ്പിച്ചത് അവിടുത്തെ പോലീസുകാർ. ഇത്രയും നേരമായിട്ട് അതിനെപ്പറ്റി യാതൊരു മറുപടിയും ചെയ്തിട്ടില്ല. ഈ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ അർജുനെ കാണാതാകുന്നു, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവിടെ ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചത്? അത് ഇവിടുത്തെ ലോറി, ആ ലോറിയുടെ ഓണറ് അവിടെ പോയി ഇതറിഞ്ഞ് GPS കണ്ടിട്ട് അവിടെ പോയി ഇവരെ വിളിച്ചിട്ട് രാവിലെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നും രാവിലെ വിളിക്കുന്നതാണ് അവൻ. 9 മണിയാകുമ്പോൾ പിന്നെ വീട്ടിലോട്ട് ഫോൺ ചെയ്യുന്ന ആള്. പിന്നെ അന്ന് വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് വിളിച്ചു നോക്കി. അന്നപ്പോൾ റിങ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു ഇതുമില്ല. 9 മണി 9:30 ആയപ്പോൾ പിന്നെ റിങ് ചെയ്യാതായി. എല്ലാം അത് സ്റ്റോപ്പായിക്കിട്ടുണ്ട്. ഒരു അപകടമുണ്ടായി എന്ന വാർത്ത എങ്ങനെയാണ്, എപ്പോഴാണ് കുടുംബം അറിഞ്ഞത്? അത് അപകടം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ലോറിൻ്റെ ഓണറ് അവരുടെ GPS അവിടെ സംവിധാനം ഉണ്ടല്ലോ, GPS വെച്ച് നോക്കിയപ്പോഴാണ് അവിടെ ആളുണ്ട്. അന്ന് ഈ ന്യൂസിൽ ഈ കർണാടക ശിരൂര് എന്ന സ്ഥലത്ത് ഇങ്ങനെ പിന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവര് ആ സ്പോട്ടിലാണ് ഈ വണ്ടിയും കിടക്കുന്നത്. സ്ഥിരമായി വാഹനം നിർത്തിയിടാറ് എന്നത് അറിയുകയും ചെയ്യാമായിരുന്നു അല്ലേ? അത് തീർച്ചയായും എല്ലാവർക്കും അറിയായിരുന്നു. അവിടെ നമ്മളെ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരുവിധം ലോറിയെല്ലാം മഹാരാഷ്ട്രക്കും ഗോവക്കും പോകുന്ന ലോറികളെല്ലാം നിർത്തി അവിടെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണത്. കാരണം അവിടെ വെള്ളം എടുക്കാനും പിന്നെ കുളിക്കാനും മറ്റുള്ള സൗകര്യത്തിനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് അവിടെ നിർത്തി റെസ്റ്റ് ചെയ്ത് ഉറങ്ങണമെങ്കിൽ കുറച്ചു നേരം ഉറങ്ങിയിട്ട് പോകുന്ന ആണ് അവിടെ എല്ലാ വണ്ടിക്കും. അങ്ങനെ ഒരു താവളമാണ് എങ്കിൽ അവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നറിയുന്ന സമയത്ത് കൂടുതൽ ജാഗ്രതയോടെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം വേണ്ടതായിരുന്നു. അത് തീർച്ചയായിട്ടും അതായിരുന്നു വേണ്ടത്. കാരണം അവർ ആദ്യം ചെയ്തത് പിന്നെ
റോഡാണ് അവർ ക്ലിയർ ചെയ്തത്. ഇത്രയും ഇന്ന് ഉച്ച വരെ അവർ ഈ മണ്ണ് ഇടിഞ്ഞ GPS കാണിക്കുന്ന ആ ഇടത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ വണ്ടിയുടെ ഓണർക്കടക്കം ഉടമയ്ക്കടക്കം ഉണ്ടായ ഒരു റെസ്പോൺസ് എന്താണ്? അത് പിന്നെ ഈ ഓണറെല്ലാം അവിടേക്ക് വിടുന്നില്ല ആരെയും. അവർ പറയുന്നത് ഞങ്ങൾ നോക്കാമെന്നാണ് പറയുന്നത്. അല്ലാതെ അവരെ ഈ ഓണർമാരെ മുസ്തഫ എന്ന് പറഞ്ഞ ആളെയൊന്നും അങ്ങോട്ട് വിട്ടിട്ടില്ല. പിന്നെ ഈ അർജുൻ എന്ന് പറഞ്ഞ ആളെ പിന്നെ അനിയനും ഉണ്ട്, അളിയനും, ഇവരെല്ലാം ഉണ്ട് അവിടെ കുംട്ടയിൽ. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. അവരാരെയും അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. ശരി, ഞാൻ